കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ആരാധനയിൽ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എല്ലാവരെയും ക്ഷീണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വിപിലോസവച്ചനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛനോട് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ വചന ധ്യാനങ്ങൾ ഇതൊരു വചന പ്രഘോഷണമല്ല, മറിച്ച് വചനത്തിൻ്റെ ഒരു നമ്മളുടെ ജീവിത അനുഭവങ്ങളുടെ വചന പരിസരങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലന വിവേചിക്കുന്ന ഒരു ദൈവശുശ്രൂഷയാണിത്. അല്ലാതെ നമ്മൾ കൺവെൻഷനിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഒറേഷൻസും അതുതന്നെ പ്രൊക്ലമേഷൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വരുന്നവർ വചനപ്രഘോഷണത്തിന് വേണ്ടി വരണവരല്ല, ഇനി ധ്യാനിച്ച് നന്നാകാൻ വരണവരുമല്ല. കൃപാസനത്തിൽ കിട്ടിയിരിക്കുന്ന കർത്താവ് തന്ന കാരിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു കാഷ്വാലിറ്റിയെ അഭിമുഖീകരിക്കുമ്പോൾ, അത് കടമാകാം, രോഗമാകാം, ചിലപ്പോൾ ആശുപത്രിയിലെ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥയാകാം. അപ്പോൾ അതൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്ന പൊള്ളലും വേഗലുമൊക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം, ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പിന്നെ ജീവിതത്തിൽ കുടുംബത്തിലായാലും ശരി, നമ്മളുടെ ജോലിയും നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ല തകർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാത്ത അവസ്ഥയാകും. നമുക്ക് പ്രൊഫഷണലി സന്തോഷമുണ്ട്, പക്ഷേ ഫാമിലി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണത്, ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്ക് തോന്നുപോയി. മക്കളൊക്കെ അവരുടെ തോന്നിവാസം പോലെയൊക്കെ ജീവിക്കണ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം, ഉറക്കം നിൽക്കണത്, വിഷമിച്ച് നടക്കണത്, ഇത്രയും ഞെരുക്കം അനുഭവിക്കണത് ആർക്ക് വേണ്ടിയാണ്? ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അങ്ങനെ തോന്നാം, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് തോന്നാം, ആർക്ക് വേണ്ടി? അപ്പം നമ്മൾ ചെയ്യണതേ, നമ്മൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ഞെരുങ്ങുകയും ഇല്ലായ്മയാകുക ചെയ്യുമ്പോഴേ ഈ വീട്ടിലെ കുഞ്ഞു പിള്ളേരുടെ കയ്യാങ്കളിയും അവരുടെ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതി ചില ആൾക്കാർ മരിച്ചവരുടെ വീട്ടിലിരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കാൻ കണ്ടിട്ടില്ലേ? അല്ല, നമ്മൾ ചില മരിപ്പ് വീട്ടിലേക്ക്, എല്ലാ വീട്ടിലാണ്, ചില മരിപ്പ് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ശവത്തിൻ്റെ വഴിയിൽ അങ്ങനെ കിടക്കും, മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നൊക്കെ വർത്തമാനം പറഞ്ഞു. ഞാൻ പല വീട്ടിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊരു മരിപ്പിന് പോയാൽ അപ്പോൾ ഈ ശവവുമായിട്ടൊരു ബന്ധമില്ല അവിടെ, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഈ മരിച്ച ആളുമായിട്ടൊരു ബന്ധമില്ല. ഇത് മരിക്കണമെന്ന് നിർബന്ധമില്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മളൊരു ശവം പോലെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ബന്ധം തോന്നത്തില്ല. നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കണമെന്നല്ലാതെ നമ്മുടെ വിഷമം ആർക്ക് വേണ്ടി നമ്മൾ വിഷമിക്കുന്നു
എന്നൊക്കെ ഓർക്കുമ്പോഴേ ഈ എന്തിനാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ തോന്നും. ഇത് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങളാണ്. ഞാൻ പറയണത് നമ്മളെല്ലാവരും ഇങ്ങനെ മനുഷ്യരാൽ തോൽപ്പിക്കപ്പെടണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു 10-21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ മനസ്സ് നിറഞ്ഞ് ഒരു ഭർത്താവിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭർത്താവ് അയാൾക്ക് പറ്റുന്ന മുഴുവനും സ്നേഹത്താൽ ഒരു വൈഫിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളായാലും ശരി, മതിമറന്ന അപ്പന്മാരെ മാതാമാരെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 കാരണങ്ങൾ അങ്ങനെ തോന്നാൻ കാരണം. ഒന്ന്, നിങ്ങളുടെ ഈ മാനുഷിക സ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ സ്പേസ് കുറഞ്ഞു വരും. അതാണ് ഒരു കാരണം. ദൈവത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും. വെൻ യു ആർ കണ്ടൻറ്റഡ്, ആ സ്പേസ് ചുരുങ്ങിപ്പോകുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പൊരിഞ്ഞ തീവ്രമായ പ്രണയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കെങ്കിൽ പിരിയാൻ പാടായിരിക്കും. അവസാന കാലങ്ങളിലേ പിരിയാൻ പാടായിരിക്കും. ഞാനൊരിക്കലൊരു ആളും മരിച്ച്, എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരിപ്പിൽ ഞാൻ അപ്പോൾ ഇടവകയിലൂടെ മാറിപ്പോയിട്ട് കുറേ വർഷങ്ങളായി. എന്നാലും ഞാൻ ഇരുന്ന കാലത്ത് ഒത്തിരി സഹായിച്ച ആളാണ്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ വർക്കെല്ലാം കൂട്ടിയിട്ട് ഞാൻ മരിപ്പ് വീട്ടിലോട്ട് ചെന്നപ്പോഴുണ്ട് അവിടെ 2 ശവപ്പെട്ടി കിടക്കണം. 2 ശവപ്പെട്ടിയിലും ആളുണ്ട്. ഞാൻ തന്നെ വല്ലാണ്ടായിപ്പോയി. നോക്കിയപ്പോൾ എന്താ, ഭർത്താവാണ് ആദ്യം മരിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച്. അവർക്കത് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഉടനെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇടിപ്പൊക്കെ നിർത്തി. അങ്ങനെ ഒരു അവസ്ഥ സുവിശേഷപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. ബേസിക്കായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലേ. ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് ചേർന്ന ആൾക്കാരാണ്. അവർ വന്ന് ചേർന്ന പോലെ തന്നെ അവർ പോകും ഏതെങ്കിലും സമയത്ത്. അവശേഷിക്കുന്നത് ആരാണ്? നമ്മളും ദൈവവും തമ്മിലാണ്. അപ്പം ദൈവത്തിന് സ്പേസ് ഇല്ലാത്ത ഒരു പ്രണയം ഞാനത് പ്രൊമോട്ട് ചെയ്യത്തില്ല. അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ലല്ലോ. കാര്യത്തിന് നമ്മൾ ഈ മരണം പോലെ സ്നേഹിച്ചപ്പോൾ സുഭാഷ് 8-ാം അധ്യായത്തിലെ ഉത്തമഗീതത്തിൽ പറഞ്ഞ സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണ്. അപ്പോൾ മരണത്തെപ്പോലെ ശക്തമായ സ്നേഹത്തിൽ പലപ്പോഴും ദൈവത്തിനൊരു സ്പേസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ അങ്ങനെയുള്ളൊരു എല്ലാം മറന്ന് സ്നേഹിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം മരണം പോലെ തീവ്രമായൊരു സ്നേഹം ആണ് നിൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളോട് നിനക്കുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവർ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ ഭ്രാന്തന്മാരെ പോലെ നടക്കും. ഭ്രാന്തന്മാരെല്ലാം ജീവിതത്തിലെല്ലാം തകർന്നു വന്ന് പറഞ്ഞ് നടക്കും. ഞാനൊരിടവക ചെന്നപ്പോൾ എല്ലാ ദിവസവും ഒരു 6 മണിയാകുമ്പോൾ ഒരു മനുഷ്യൻ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് സെമിത്തേരി വരും. അപ്പോൾ അന്ന് ഞാൻ ബ്രദറാണ്, ഞാൻ സ്ഥലമൊന്നും പറയില്ല. അപ്പോൾ അത് അറിയുന്നൊരു ഇടവകയിലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇന്ന ആളാണ് ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ 6 മണിക്ക് വരും. എന്നിട്ട് ഒരു കുഴിമാടത്തെ മലന്ന് കിടക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ നിലയം വിളിച്ച് വീട്ടിൽ പോകും. അയ്യോ, ആ ജീവിതകാലം മുഴുവനും അയാൾ അങ്ങനെ ചെയ്തു. അയാളുടെ വൈഫ് പെട്ടെന്ന് മരിച്ചു. അതാണ് സംഭവം. വൈഫിൻ്റെ കുഴിമാടത്തെ ഈ മനുഷ്യൻ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, ഇത് ഒരാൾ പോയാൽ അടുത്ത ആൾ പിന്നെ ലൈഫ് ഭ്രാന്തായി പോകുമ്പോൾ ജീവിതം തന്നെ മീനിങ്ലെസ് ആയി പോകും. അത് നിങ്ങൾ ഈ എല്ലാത്തിനേക്കാളുപരി ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടാണ്. അപ്പം മനുഷ്യന് ഇങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ട്, ഒരു ചായ്വുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്. അതാ കൽപ്പനകളുടെ ഒരു പോക്കതാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു അപകട മേഖലയിൽ പെട്ടവരെ നിങ്ങളെ അനുദപിക്കണം വേണ്ടത്. ഇപ്പോൾ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നിങ്ങളെ സ്നേഹിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതമില്ല,
അപ്പോൾ മക്കൾ സ്നേഹിക്കണില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം മൂത്തവൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു മകനാണ്, അവൻ കല്യാണം കഴിച്ചു, അവനിപ്പോൾ അവൻ്റെ വൈഫിൻ്റെ കാര്യങ്ങളും വൈഫിനോട് ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പ്രാന്തിയെപ്പോലെ വൈഫിനെ കൊന്നാലും കുഴപ്പമില്ല, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടിൽ ജീവിക്കുന്നത്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് ചില ആൾക്കാർക്ക് ഏശണില്ലെന്ന് പറയാൻ കാരണം ഇതാണ്. ഇതൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ സുവിശേഷവിഹിതമായിട്ട് സുവിശേഷം സ്വീകരിച്ചിട്ടില്ല. സുവിശേഷം സ്വീകരിക്കാതെ, സുവിശേഷത്തിൻ്റെ അരുവിയെ ഉൾക്കൊള്ളാതെ നിങ്ങൾ ലോകത്തിൽ തൽക്കാലത്തേക്കൊരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഫസ്റ്റ് എയ്ഡിൽ ദൈവത്തിന് അത്ര താല്പര്യമില്ല. ചുമ്മാ ഡെറ്റോളൊക്കെ തേച്ച് ആഭരണം ഒഴുക്കി അങ്ങനെ നിങ്ങളെ പാക്കപ്പ് ചെയ്യുന്നതിൽ ദൈവത്തിന് പണ്ടേ താല്പര്യമില്ല, ഫസ്റ്റ് എയ്ഡിന്. അപ്പോൾ ഉടമ്പടി ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് എടുക്കരുത്. മറിച്ച് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് നമ്മൾ പൂർണ്ണമായി ദൈവത്തിലേക്ക് വരികയാണ്. പിന്നെ ദൈവമാണ് റീസെറ്റ് ചെയ്യണത്. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് വലിയൊരു ഒറേഷൻസ് പ്രഘോഷണമായിട്ട് എടുക്കരുത്. നമ്മൾ കടന്നു പോകുന്ന കാലാവസ്ഥകളെ സുവിശേഷവിഹിതമായി അതിൻ്റെ വചന പരിസരം നോക്കിയിട്ട് സ്യൂട്ടബിളാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. വളരെ ശാസ്ത്രീയമായിട്ട് അത് സ്യൂട്ടബിളാക്കി. ഉടമ്പടിയുടെ ഒരു ബയോളജി അതാണ് ഉടമ്പടിയുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ദൈവം തന്നെ കാലാവസ്ഥ, ഇപ്പം നമുക്കൊരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്, ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ല ആഹാരം കിട്ടുന്നുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, അഴിയത്തിൽ പങ്കെടുക്കുന്നു, നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവൾ ഹീറോയാണ് എന്നൊക്കെ വിചാരിച്ചോ. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, യു ആർ നോട്ട് ട്രബിൾഡ്. അപ്പം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ വളരെ കൂളായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ട്രബിൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ട്രബിൾ മേക്കർ ദൈവമാണ്. നിങ്ങളൊരു അപകട മേഖലയിൽ പോകുന്നത്, അത് എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചോ. ബന്ധുക്കളുണ്ട്, സ്വന്തമുണ്ട്, ഭാര്യയാണ്, അതുപോലെ തന്നെ ജോലിയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമുണ്ട്, അവർ നമ്മളെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, എല്ലാം ഓക്കെ കൂളായിട്ട് പോവുകയാണ്. പക്ഷേ ദൈവം പറയും നിങ്ങൾക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദൈവം എപ്പോഴും ഉള്ള ഒരു കണ്ണുണ്ട് ദൈവത്തിന്. കുറവിലേ ദൈവം കണ്ണ് വെക്കത്തുള്ളൂ. 10:20 എടുത്ത് 10:20. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അവൻ്റെ പ്രശ്നം എന്താ? ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, നിൻ്റെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ചെറുപ്പം മുതലേ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു. മക്കളെ ഇത് പറഞ്ഞേ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. പതുക്കെ ഉടമ്പടിയിലോട്ട് വരിക. കണ്ട, പ്രമാണത്തെട്ട് തൊട്ട് കണ്ട, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ അതിനെ കവനന്റുമായിട്ട് കണക്ട് ചെയ്യണം. കണ്ടില്ലേ? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്തൊക്കെയാണത്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. He is leading a covenantal life. അവനൊരു ഉടമ്പടി ജീവിതമാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എന്താണ്? ഒരു ഉടമ്പടി, ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി ജീവിതമാണ്. അവൻ പറയുന്നു, ഞാനൊരു ഉടമ്പടി ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. നമ്മളും പലരും ഉടമ്പടി എടുത്തതല്ലേ, പുതുക്കിയതല്ലേ. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ പാലിക്കുന്നുണ്ട്, ഞാൻ ഒരു ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത്. ഓക്കെ. അപ്പോഴീശോ എന്താ പറഞ്ഞു?
യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. ഉടമ്പടി ജീവിതം ജീവിച്ച കർത്താവിന് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? സ്നേഹപൂർവ്വമാണല്ല. ചിലപ്പോഴത്തൊക്കെ ഈശോ കോപത്തോടെ വീക്ഷിച്ചെന്ന് പറയും അല്ലെ. കൈ സൂക്ഷിച്ച് പോയവനെ സുഖപ്പെടുത്തുന്ന സമയത്ത് സാപത്തിൽ ഇത് ചെയ്യരുത്, വേറെ ദിവസം വേണമെങ്കിൽ എന്നാ വേണമെങ്കിൽ ചെയ്തോളാൻ വേണ്ടി സാപത്ത് അധികാരി, സിനഗോഗ് അധികാരി പറയുമ്പോഴേ യേശു അവനെ കോപത്തോടെ വീക്ഷിച്ചെന്നാണ് പറയണത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കവനൻ്റ് ചെയ്ത് ജീവിക്കുന്ന, ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നവനെ പുതുക്കിയവനോടും ഉടമ്പടി എടുത്തവനോടും യേശു സ്നേഹത്തോടെ, അത് നിങ്ങൾക്കും എനിക്കും ഉള്ള ഒരു മോട്ടമാണ്. എന്താണ്? ഒന്ന് വായിച്ചത്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. ഇതാണ് പ്രോബ്ലം. ഇപ്പൊ കവനൻ്റൽ ലൈഫ് ആണെങ്കിലും ദൈവം നോക്കണത് എന്താണ്? അടുത്ത കുറവ് എന്താണ്? ഇതാണ് പ്രശ്നം. നമ്മൾ വി ആർ ലീഡിങ് എ കവനൻ്റൽ സിൻസിയർ ലൈഫ്, ബട്ട് ജീസസ് ഈസ് ലുക്കിംഗ് ഫോർ അനദർ ഫാൾട്ട്. ഇനി വേറെ എന്തെങ്കിലും കുറവുണ്ടോ? മനസ്സിലായില്ലേ? ഓരോ ആൾക്കാരും ഉടമ്പടി പുതുക്കുമ്പോൾ കുറവുകൾ ഇതുപോലെ നോക്കിക്കൊണ്ടേയിരിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സിംഗ് ദ ലോ. 45-ാം സങ്കീർത്തനത്തിലെ ക്ലാപ്പ്, ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. ഈ അസസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നോർമൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. പലരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അസസ്മെൻറ്റ് നമ്മളുടെ 10% അസസ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ അസസ്മെൻറ്റിൽ തന്നെ ഒരു 65% മാർക്ക് കൂടുതൽ, 70 മാർക്ക് കൂടുതൽ ആർക്കും കിട്ടണില്ല. 70 മാർക്കിൽ കൂടുതൽ അസസ്മെൻറ്റിന് കിട്ടണില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 70 മാർക്ക് കിട്ടുന്നവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസിൽ നിങ്ങൾ 90 മാർക്കുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഗീവിങ് ഇറ്റ്. നിങ്ങളങ്ങനെ പെട്ടെന്ന് കയറി നിങ്ങൾക്കുറിച്ച് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാർക്ക് പിടിച്ചാണ് ഇടണത്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ക്രിസ്ത്യൻ അസസ്മെൻ്റൽ ജീവിതത്തിൽ വി ആർ സോ സാറ്റിസ്ഫൈഡ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? പക്ഷേ അപ്പോഴും ജീസസിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. അടുത്ത കുറവ് എന്താണെന്ന് നോക്കൂ. നിനക്ക് ഒരു കുറവുണ്ട്. ഈശോ പറഞ്ഞു കേട്ടില്ല? നിനക്കൊരു കുറവുണ്ട്. പോയി ഒന്ന് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് ഈ കുറവെന്ന് പറയണത് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് ചെയ്യാൻ. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അടുത്ത വായിച്ചേ. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് ബേസിക്കായിട്ട് നമുക്കറിയില്ല. സുവിശേഷം ഈ പൂച്ചയെ പിടിച്ച് എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് ലാൻഡാവും അല്ലേ? അതുപോലെ ഉടമ്പടിയുടെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എയിം എന്താണ്? ദൈവത്തെ അനുഗമിക്കുകയാണ്. ദിവ്യകാരുണ്യത്തെ രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഇവിടെ ആയിരിക്കുന്നവരുടെ മേലും അങ്ങ് അകലെ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഓൺലൈനിലായിരിക്കുന്നവർ
ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓൺലൈനിൽ ഉടമ്പടിച്ച് എടുത്തിരുന്നുകൊണ്ട് ആരാധന കൂടുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തെ സ്പർശിക്കണമേ, വിവിധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, മാറാത്ത രോഗങ്ങളെ സ്പർശിക്കണമേ, തീരാത്ത വ്യക്തികളെ സ്പർശിക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ അവരെ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം ആന്തരിക അവയവങ്ങളിലും എല്ലാ പേശികളിലും കൊശങ്ങളിലും അസ്ഥികളിലും പല്ലുകളിലും എവിടെയാണ് രോഗമുള്ളത്, എവിടെയാണ് സിസ്റ്റം ഉള്ളത്, എവിടെയാണ് ക്യാൻസർ ഉള്ളത്, എവിടെയാണ് സ്വെല്ലിംഗ് ഉള്ളത്, നീരുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ രോഗികളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, സദയം ആരാധന. മഹത്വം, മഹത്വം, ആരാധന. എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടേണേ, സുഖായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. എല്ലാ നിയോഗങ്ങളും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.